കോഴിക്കോട് പണിക്കർ റോഡിലെ ഫ്ളാറ്റ് നിവാസികളുടെ ദുരിത ജീവിതത്തിന് അറുതിയാകുന്നു. മത്സ്യത്തൊഴിലാളികൾക്കായി പണി കഴിപ്പിച്ച ഫ്ളാറ്റ് മേയർ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. സുരക്ഷിതമായ പുനരധിവാസം ഉടൻ നടപ്പിലാക്കുമെന്നും മേയർ ഉറപ്പു നൽകി. ജനം ഇംപാക്ട്. 24 മത്സ്യത്തൊഴിലാളികൾ താമസിക്കുന്ന ഫ്ളാറ്റിന്റെ ദുരിതാവസ്ഥ ജനം ടിവി വാർത്തയാക്കിയതിനു പിന്നാലെയാണ് ഫ്ളാറ്റ് സന്ദർശിച്ച് മേയർ ബീന ഫിലിപ്പ് സ്ഥിതിഗതികൾ വിലയിരുത്തിയത്. താമസക്കാരുമായി സംസാരിച്ച മേയർ ഫ്ളാറ്റും പരിസരവും സന്ദർശിച്ച് സാഹചര്യം മനസ്സിലാക്കി. സുരക്ഷിതമായി താമസിക്കാനുള്ള സൗകര്യം ഒരുക്കുമെന്നും മേയർ താമസക്കാർക്ക് ഉറപ്പു നൽകി. ഈ പ്രാവശ്യം നമ്മൾ അത് എന്തായാലും അവർക്ക് പണിത് കൊടുക്കണം എന്നുള്ള തീരുമാനം എടുക്കുകയും ബജറ്റിൽ അത് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്ര പൈസ എന്ന് പറയാത്തതിൻ്റെ കാരണം ഇതിനകത്ത് പല ആൾക്കാരും BPL കാർഡ് ഹോൾഡേഴ്സാണ്. അപ്പോൾ അവർക്കൊക്കെ തന്നെ മിക്കവാറും ഒരു ലൈഫ് പദ്ധതിയിൽപ്പെടുത്തിയിട്ട് വീട് പണിയാനുള്ള സാഹചര്യത്തെ കൂടി നമ്മൾ ആലോചിക്കുന്നുണ്ട്. കുറച്ച് പേർക്ക് ബാക്കി കുറച്ച് പണം കോർപ്പറേഷൻ കൊടുത്തിട്ടും ബാക്കിയുള്ള ആൾക്കാരുടെയൊക്കെ സഹായത്തോടു കൂടിയും അവരെ എന്തായാലും അതിൽ അർഹതയുള്ളവരെ നമ്മൾ അവിടെ പുനരധിവസിപ്പിക്കും. ഏത് സമയവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണ് നിലവിൽ ഫ്ളാറ്റ്. ചുമരുകൾ കാലപ്പഴക്കത്താൽ വിണ്ടുകീറിയിട്ടുണ്ട്. പൊട്ടിപ്പൊളിഞ്ഞ പൈപ്പുകളും ശുചിത്വമില്ലാത്ത സാഹചര്യവും ജീവിതം ദുസ്സഹമാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസം കോൺക്രീറ്റ് മേൽക്കൂര അടർന്നു വീണ് ഒരു കുടുംബം രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കായിരുന്നു. 1983 വീട് നഷ്ടപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്കായി ഫ്ളാറ്റ് നിർമ്മിച്ചത്. 20 വർഷമായിരുന്നു ഗ്യാരണ്ടി. 40 വർഷം കഴിഞ്ഞിട്ടും അറ്റകുറ്റപ്പണി പോലും നടത്താത്ത കോർപ്പറേഷന്റെ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധം ശക്തമായിരുന്നു. ജനം, കോഴിക്കോട്.